നോക്കൂ, ആളുകൾ അലർജിയെ പറ്റി ചോദിക്കുകയാണ്. അലർജി പലതരത്തിലുണ്ട്. തുമ്മൽ മുതൽ ചർമ്മ സംബന്ധമായ അലർജി മുതൽ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ശ്വാസം മുട്ടൽ പോലെയുള്ള അലർജി മുതൽ കണ്ണിനുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അലർജികളും അതുപോലെ തന്നെ ചെവി പോലെയുള്ള മറ്റ് പല നമ്മുടെ സെൻസോറിയൽ ഓർഗനുകൾക്കുണ്ടാകുന്ന അലർജികളൊക്കെ തന്നെയുണ്ട്. എന്താണ് അലർജി എന്ന് ചോദിച്ചാൽ അത് ശരീരത്തിൻ്റെ ഒരു പ്രതികരണമാണ്. ആർക്കാണിത് പ്രയാസമാകുന്നതെന്ന് ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇത് പ്രയാസമുണ്ടാകാം. ചിലർക്ക് ചില ആഹാരം കഴിക്കുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ, ചിലർക്ക് ചില കാലാവസ്ഥയിൽ പ്രയാസമുണ്ടാകുമ്പോൾ, ചിലർ ഐസ്ക്രീം പോലെ അല്ലെങ്കിൽ തണുപ്പുള്ള വെള്ളം പാനീയങ്ങൾ ഉപയോഗിക്കും പ്രയാസം ഉണ്ടാകുമ്പോൾ, ചിലത് ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും കാരണങ്ങൾ മനസ്സിലാവാതെ പോലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അലർജിക്ക് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുക. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ആഹാരം, ഉദാഹരണം പറഞ്ഞാൽ ചെമ്മീനോ അല്ലെങ്കിൽ ഞണ്ടോ പോലുള്ള ആഹാരം കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകൾ ആ ആഹാരം കഴിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ അവർ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അലർജി മാറിക്കിട്ടുന്നുണ്ട്. എന്നിട്ടും അയാൾക്ക് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തിയ ശേഷം പോലും അലർജി മാറുന്നില്ലെങ്കിൽ പിന്നെ ആ ആഹാരം ഒഴിവാക്കലല്ലാതെ വേറെ പരിഹാരമില്ല. ഇതിന് ഒരു ഉദാഹരണമാണ് ഞാൻ ചെമ്മീൻ ഞണ്ട് എന്ന് പറഞ്ഞെങ്കിൽ, വളരെ അപൂർവമായി ചിലർക്ക് നമ്മൾക്ക് വിചാരിക്കാത്ത വളരെ നല്ല ആഹാര പദാർത്ഥങ്ങൾ പോലും അലർജി ആവാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം, ഇമ്മ്യൂൺ പവർ ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് അലർജിയിൽ നിന്ന് വിട്ട് അയാൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് മടങ്ങി വരും. ഉദാഹരണം പറഞ്ഞാൽ നല്ല ആഹാര പദാർത്ഥങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകൾ, അല്ലെങ്കിൽ കോളിഫ്ലവർ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാംസം കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകൾ, പാല് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അവർ ആ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കലാണ് അവർക്ക് ഏറ്റവും സൗകര്യമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ല, അവർക്ക് ആ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ അലർജിയോട് പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂൺ പവർ ഇമ്പ്രൂവ് ചെയ്യലാണ് പരിഹാരമെങ്കിൽ കൃത്യമായി അക്യുപഞ്ചർ ചികിത്സ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുമ്മൽ, അതുപോലെ കണ്ണ് ചൊറിച്ചൽ, കണ്ണ് ചുവപ്പ് നിറമുണ്ടാകുന്ന അലർജികൾ, ഇങ്ങനെ ഒട്ടേറെ അലർജികളുണ്ട്. ഈ അലർജികൾ എപ്പോഴും പ്രയാസപ്പെടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ അലർജിക്ക് താൽക്കാലികമായി ആശ്വാസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ ആ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താമെങ്കിൽ ഈ അലർജികളെല്ലാം പൂർണ്ണമായി സുഖപ്പെടും. തുമ്മൽ, ശ്വാസം മുട്ടൽ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിന് കൃത്യമായ ചികിത്സ മാത്രം പോരാ, ആഹാരക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രി ആഹാരം കഴിക്കുന്ന ഒഴിവാക്കൽ പൊതുവെ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് മെലിഞ്ഞ പ്രകൃതക്കാരായ അലർജി രോഗികളുണ്ട്. ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ തടിക്കാൻ ശ്രമിക്കുകയോ തടിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യരുത്. കാരണം ഇത്തരം ആഗ്രഹങ്ങൾ തന്നെ അവർ അമിതമായി ആഹാരം കഴിക്കാനുള്ള പ്രവണത അവരുടെ ഉള്ളിലുണ്ടാവുകയും അലർജി വിട്ടുമാറാത്ത ഒരു അവസ്ഥയായി മാറുകയും ചെയ്യും. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ശരീരപ്രകൃതിയാണുള്ളത്. തടിച്ച പ്രകൃതി, മെലിഞ്ഞ പ്രകൃതി, ഉയരം കൂടിയ, ഉയരം കുറഞ്ഞ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശരീരമാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ശരീരമാണ് ലഭിച്ചിട്ടുള്ളത്, സൃഷ്ടാവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, ആ ഒരു ശരീരം കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ളത്. അതുകൊണ്ട് ആ ശരീരത്തിൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും കണ്ടുപിടിക്കുന്നതിന് പകരം എനിക്ക് കിട്ടിയത് ഇതാണ്, ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ തടിക്കണമെന്ന് ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് മെലിഞ്ഞ പ്രകൃതമുള്ള ആളുകൾ, അവർ അലർജി രോഗികളാണെങ്കിൽ അവർ തടിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ വിശപ്പില്ലാതെ അമിതമായി ആഹാരം കഴിക്കാനുള്ള ശ്രമം, തടിക്കണമെങ്കിൽ ആഹാരം കഴിച്ചാലേ സാധിക്കുള്ളൂ. അങ്ങനെ ആഹാരത്തിൽ നല്ല ആഹാര പദാർത്ഥങ്ങളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട്, പോഷകങ്ങൾ വേണമെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ തന്നെ അവർക്ക് അലർജി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി അലർജി സംബന്ധമായ ചികിത്സ പരാജയപ്പെടുന്ന ആളുകൾ നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രാത്രി നേരം വൈകി ഉറങ്ങുന്ന ആളുകൾക്ക് ചികിത്സ പലപ്പോഴും പരാജയപ്പെടും. അതുകൊണ്ട് രാത്രി നേരത്തെ ഉറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സ്ത്രീകൾക്ക് മാസമുറ സമയത്തുണ്ടാകുന്ന അലർജികൾ ഒട്ടേറെയുണ്ട്. ഇത്തരം അലർജികളെ ക്രമീകരിക്കുമ്പോൾ അതിനെ അക്യുപഞ്ചർ ചികിത്സ വളരെ ഗുണമായുള്ള ചികിത്സയാണ്. കൂടെ ശ്രദ്ധിക്കേണ്ടത്, മാസമുറ സമയത്ത് പൊതുവെ വിശപ്പ് ഉണ്ടാകാറില്ല. വളരെ അല്പം മാത്രം ആഹാരം മതിയാകും. ആ സമയത്ത് വളരെ അല്പം മാത്രം ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുകയും വളരെ ഇഷ്ടമുള്ളത് കുറച്ച് കഴിക്കുകയും രാത്രി ആഹാരം പരിപൂർണമായി മാസമുറ ദിവസങ്ങൾ ഒഴിവാക്കുകയും രാത്രി
നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യണം. മാസമുറ സമയത്ത് മാത്രമല്ല, മാസമുറ സമയത്ത് അലർജി ഉണ്ടാകുന്ന സ്ത്രീകൾ അവർ പൊതുവേ അവരുടെ ജീവിതത്തിൽ നേരം വൈകി ഉറങ്ങുന്ന ഉറക്കം പോലും അവർക്ക് അലർജി വിട്ടുമാറാത്ത ഒരു പ്രയാസമായി മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാത്രി നേരത്തെ ഉറങ്ങുന്ന ശീലം ഈ അലർജി മാറാൻ വളരെ അനിവാര്യമാണ്. ഏതായാലും അലർജി ഒരു വിട്ടുമാറാത്ത രോഗമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. കൃത്യമായി അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തിയാൽ അലർജി പൂർണ്ണമായി സുഖപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ കൂടാതെ വേറെയും ചില അലർജികളുണ്ട്. ആ അലർജിക്ക് എങ്ങനെ പേരിടും നമുക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് രോമം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, താടി രോമങ്ങൾ പ്രത്യേകമായി വട്ടമിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, തലമുടിയിൽ ചില ഭാഗത്ത് ആ മുടി ഭാഗം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ഇങ്ങനെ വ്യത്യസ്തമായ നമ്മൾക്ക് പേരിടാൻ പോലും പ്രയാസമുള്ള അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത അലർജികൾ ഒട്ടേറെയുണ്ട്. അപ്പോൾ ഇത്തരം അലർജികളൊക്കെ തന്നെ പരിപൂർണമായി അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തി സുഖപ്പെടുത്താൻ കഴിയും. ഏതായാലും അലർജി പൊതുവെ ജനങ്ങൾ വിട്ടുമാറാത്ത രോഗമാണെന്നും അലർജി കൊണ്ട് മരണം വരെ ഞാൻ ജീവിച്ചേ പറ്റൂ എന്ന ഒരു വിശ്വാസവുമായി ജനങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അങ്ങനെയല്ല. കൃത്യമായി ചികിത്സ ചെയ്താൽ അലർജി സുഖപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഏതായാലും അലർജി കൊണ്ട് പൊറുതിമുട്ടുന്ന വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ വലിയ വിഭാഗം ഈ തുമ്മൽ, അതുപോലെയുള്ള ചുമ പോലുള്ള അലർജികളാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായ ചൊറിച്ചൽ പോലുള്ള അലർജികളാണെങ്കിൽ, ചർമ്മ സംബന്ധമായ അലർജികളാണെങ്കിൽ, ഈ അലർജികളൊക്കെ തന്നെ അതിലേതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കണം. പ്രത്യേകിച്ച് സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ് പോലുള്ള സംഗതികൾ, അതുപോലെ ബോഡി ലോഷൻ, ഇതൊക്കെ ഒഴിവാക്കൽ വളരെ അത്യാവശ്യമായിരിക്കും. അപ്പം നാച്ചുറലായിട്ട് ലഭിക്കുന്ന നാടൻ എണ്ണകൾ, വെളിച്ചെണ്ണ, നല്ലെണ്ണ പോലത്തെ എണ്ണകൾ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ മറ്റേതും തരത്തിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ശീലിക്കുകയാണെങ്കിൽ അലർജി ചികിത്സ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അടിസ്ഥാനപരമായി അലർജി ഒരിക്കലും മാറാത്ത രോഗമാണെന്ന പ്രചരണം അത്ര ശരിയല്ല. അലർജി പൂർണ്ണമായി സുഖപ്പെടുന്നുണ്ട്. സുഖപ്പെടാൻ എന്ത് സംഭവിക്കണം ചോദിച്ചാൽ, അക്യുപഞ്ചർ ചികിത്സ നൽകുന്ന ചികിത്സയിൽ മനുഷ്യൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തി കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ഇതിലൂടെ രോഗപ്രതിരോധ സംവിധാനം ശക്തി പ്രാപിക്കുമ്പോൾ അലർജി പരിപൂർണമായി എന്നേക്കുമായി വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അലർജി രോഗികൾ നിരാശരാകുന്നതിന് പകരം, അവർ ദുഃഖിക്കുന്നതിന് പകരം അവർ ആശ്വാസം കണ്ടെത്താൻ അക്യുപഞ്ചർ ഉപയോഗപ്പെടുത്തുക. ഇവിടെ ഞാൻ ഈ ഒരു വാക്ക് അടിസ്ഥാനപരമായി പറയാൻ കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനസ്സിൽ ദുഃഖം വല്ലാതെ ഉള്ള ആളുകൾക്കും അലർജി കാണാം. അത്തരം അലർജി മാറണമെങ്കിൽ ആ ദുഃഖത്തിനും ഒരു പരിഹാരം ആവശ്യമുണ്ട്. കാരണം ദുഃഖിച്ചു കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ സങ്കടപ്പെട്ടു കൊണ്ടിരുന്നാൽ മനസ്സിൻ്റെ അകത്തുള്ള തേങ്ങൽ അത് നിലനിൽക്കുന്ന സമയത്തൊക്കെ തന്നെ അവരുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത്തരം മനസ്സിനുള്ള ദുഃഖങ്ങൾ മനുഷ്യൻ്റെ ജീവശക്തിയെ ബലഹീനമാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അലർജിക്ക് പല കാരണങ്ങളുണ്ടെങ്കിൽ ഈ കാരണങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് പരിഹാരം കാണാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.